രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് അടുത്ത IPL സീസണിന് മുമ്പ് ചില പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. പുതിയ താരങ്ങളെ ടീമിലെടുത്തും തന്ത്രങ്ങളിൽ മാറ്റം വരുത്തിയും 2025 സീസണിലേറ്റ തിരിച്ചടികളിൽ നിന്ന് കരകയറേണ്ടതുണ്ട്. വലിയ അഴിച്ചുപണികളാണ് രാജസ്ഥാൻ റോയൽസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ദ്രാവിഡ് ഉൾപ്പെടെ 3 കോച്ചുമാർക്കാണ് സ്ഥാനം നഷ്ടമായത്. ടീം സിഇഒയും കളം വിട്ടു. നേരത്തെ രാജസ്ഥാനെ പരിശീലിപ്പിച്ചിട്ടുള്ള ശ്രീലങ്കൻ ഇതിഹാസ താരം കുമാർ സംഗക്കാര പുതിയ പരിശീലകനായി തിരിച്ചെത്തുമെന്നാണ് റിപ്പോർട്ട്. കുമാർ സംഗക്കാര തന്നെയാണ് ഇപ്പോഴുള്ള മാറ്റങ്ങൾക്ക് പിന്നിലെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. മലയാളി താരം സഞ്ജു സാംസൺ രാജസ്ഥാനുമായി ബന്ധം അവസാനിപ്പിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. കഴിഞ്ഞ IPL സീസൺ അവസാനിച്ചത് മുതൽ കേൾക്കുന്ന അഭ്യൂഹങ്ങളിൽ ഒന്നാണിത്. സഞ്ജുവിനെ അടുത്ത ലേലത്തിന് മുമ്പ് രാജസ്ഥാൻ റിലീസ് ചെയ്യുമെന്നും സഞ്ജു പുതിയ ടീമിലേക്ക് പോകുമെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതേസമയം സഞ്ജു രാജസ്ഥാനിൽ തുടരുമെന്ന തരത്തിലുള്ള റൂമറുകളും വന്നുകൊണ്ടിരിക്കുന്നു. ഇക്കാര്യം സ്ഥിരീകരിക്കാൻ ഔദ്യോഗിക പ്രഖ്യാപനം വരെ കാത്തിരിക്കേണ്ടതായി വരും. സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിടുകയാണെങ്കിൽ ഓപ്പണിംഗിലെ വിടവ് വൈഭവ് സൂര്യവംശിയെ കൊണ്ട് നികത്താൻ രാജസ്ഥാന് കഴിയും. കഴിഞ്ഞ സീസണിലും നാം അത് കണ്ടതാണ്. പരിക്കേറ്റ് പുറത്തുപോയ സഞ്ജു തിരിച്ചെത്തിയപ്പോൾ പിന്നെ ഓപ്പണർ സ്ഥാനം വൈഭവിന് വിട്ടുകൊടുത്തിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ടീമിനെയും തന്ത്രങ്ങളെയും അടുത്തറിയുന്ന സഞ്ജു എന്ന നായകന്റെ വിടവ് നികത്താൻ രാജസ്ഥാൻ ബുദ്ധിമുട്ടുമെന്ന് ഉറപ്പാണ്. വിക്കറ്റ് കീപ്പർ സ്ഥാനം ഉൾപ്പെടെ ബഹുമുഖ റോളുകൾ സഞ്ജു ഒറ്റക്ക് നിർവഹിക്കുന്നുണ്ട്. ആവശ്യാനുസരണം ഏത് ബാറ്റിംഗ് ഓർഡറിലും ഇറങ്ങാൻ കഴിയുന്ന ബാറ്റർമാർ രാജസ്ഥാനിൽ വിരളമാണ്. പുതിയ ക്യാപ്റ്റനെ കണ്ടെത്തിയാലും സഞ്ജുവിനുള്ള ആരാധക പിന്തുണയും സ്വീകാര്യതയും രാജസ്ഥാനിൽ ലഭിക്കുമോ എന്ന കാര്യം സംശയമാണ്. പരിക്കും ഫിറ്റ്നസും വലച്ചതോടെ കഴിഞ്ഞ സീസണിൽ 9 മത്സരങ്ങൾ മാത്രമാണ് സഞ്ജു സാംസൺ കളിച്ചത്. ഫിറ്റ്നസ് പ്രശ്നവും ടീമിന്റെ പ്രകടനവുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങളും കാരണം ക്യാപ്റ്റന് മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. 2013 സഞ്ജുവിന്റെ റോയൽസിലെ അരങ്ങേറ്റം. പിന്നീട് ഇതുവരെ ടീമിന്റെ ഭാഗമായ അദ്ദേഹം ഏറ്റവും വിശ്വസ്ത ബാറ്റർമാരിൽ ഒരാളായി. IPL 4704 റൺസും സഞ്ജു നേടിയിട്ടുണ്ട്. പ്രഥമ IPL ചാമ്പ്യന്മാരെ സംബന്ധിച്ച് ഇനി വരുന്ന ലേലം ഏറെ നിർണായകമാണ്. ലേലത്തിന് മുന്നോടിയായി ടീമിൽ പ്രധാന മാറ്റങ്ങൾ ഉണ്ടാകും. പരിചയസമ്പന്നരായ മഹേഷ് തീക്ഷണയും ഷിംറോൺ ഹെറ്റ്മെയറും ടീമിൽ നിന്ന് പുറത്തേക്ക് പോകാനാണ് സാധ്യത. പേസ് ബോളിംഗിലും പ്രതീക്ഷിച്ച പ്രകടനം നടത്താൻ രാജസ്ഥാന് കഴിഞ്ഞില്ല. ഡെത്ത് ഓവറുകളിൽ റണ്ണൊഴുക്ക് തടയാനും വിക്കറ്റുകൾ വീഴ്ത്താനും കഴിയാതിരുന്നത് രാജസ്ഥാന് തിരിച്ചടിയായി മാറിയിരുന്നു. മാത്രമല്ല, ഇന്ത്യൻ പിച്ചുകളിൽ തിളങ്ങാൻ കഴിവുള്ള മികച്ച പേസ് ബോളിംഗ് ഓൾറൗണ്ടറും ടീമിൽ എത്തേണ്ടതുണ്ട്. നന്നായി ബാറ്റ് ചെയ്യാൻ കഴിയുന്ന പേസ് ബോളർമാർക്ക് ലേലത്തിൽ വലിയ ഡിമാൻഡാണ് ഉള്ളതെന്ന് മുൻ വർഷങ്ങളിൽ വ്യക്തമായിരുന്നു. മധ്യനിരയിൽ ബാറ്റിംഗ് ഓർഡർ പരീക്ഷണങ്ങൾ ഇനിയും തുടരാൻ റോയൽസിന് കഴിയില്ല. അതിനാൽ വിശ്വസ്തരായ മധ്യനിര ബാറ്റർമാരെ അവർ ലേലത്തിൽ ലക്ഷ്യമിടാനാണ് സാധ്യത. മധ്യനിര ബാറ്റർമാർ മികച്ച ഫിനിഷർമാരുടെ റോളിലേക്ക് ഉയർന്നു വന്നില്ല എന്നത് രാജസ്ഥാന് വലിയ തിരിച്ചടിയായി മാറിയിരുന്നു. ഷിംറോൺ ഹെറ്റ്മെയർ ഈ റോളിൽ തിളങ്ങുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല. വിൻഡീസ് സ്റ്റാർ ബാറ്ററായ ഹെറ്റ്മെയറിന്റെ പ്രകടനം കുറച്ചു കാലമായി നിരാശപ്പെടുത്തുന്നതാണ്. 11 കോടിക്ക് നിലനിർത്തപ്പെട്ട താരം 14 മത്സരങ്ങളിൽ നിന്ന് 239 റൺസ് മാത്രമാണ് നേടിയത്. 2022 സീസണിന് ശേഷം ഒരു സീസണിലും ഹെറ്റ്മെയർ 300 റൺസ് നേടിയിട്ടില്ല. ഫിനിഷറുടെ റോൾ നിർവഹിക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടതിനാൽ പകരക്കാരനായി ഇതിലും കുറഞ്ഞ തുകക്ക് പുതിയ ഫിനിഷറെയോ വിദേശ പവർ ഹിറ്ററെയോ രാജസ്ഥാന് കണ്ടെത്താൻ കഴിയും. 4.4 കോടി രൂപക്ക് വാങ്ങിയ ശ്രീലങ്കൻ സ്പിന്നർ മഹേഷ് തീക്ഷണ സീസണിൽ 11 വിക്കറ്റുകളാണ് വീഴ്ത്തിയത്. റൺസ് വിട്ടുകൊടുക്കുന്നതിലും താരം ധാരാളിത്തം കാട്ടിയിരുന്നു. ചുരുക്കത്തിൽ ഒന്നിലധികം റോളുകളിലേക്ക് മികച്ച താരങ്ങളെ തിരയുകയാണ് രാജസ്ഥാൻ റോയൽസ്. മികച്ച താരങ്ങൾ എത്തിയില്ലെങ്കിൽ അടുത്ത സീസണിലും രാജസ്ഥാന് നിരാശ തന്നെയായിരിക്കും ഫലം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.